ഏതാനും ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം സംബന്ധിച്ച വിവാദം കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല സംസ്ഥാനം ഒട്ടാകെ പടർന്നു പിടിച്ച വലിയ വിവാദ വിഷയമായിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതും പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണം നഷ്ടപ്പെട്ടതുമാണ് വിവാദത്തിന്റെ അടിസ്ഥാനം. വലിയ പ്രതിഷേധം പടർന്നു പിടിച്ച സാഹചര്യത്തിൽ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുകയും അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. ADGP H. വെങ്കടേഷ് ഉൾപ്പെട്ട സംഘമാണ് സ്വർണ്ണപ്പാളി വിവാദം നിലവിൽ അന്വേഷിക്കുന്നത്. 6 ആഴ്ചയാണ് അന്വേഷണം പൂർത്തിയാക്കാനുള്ള സമയപരിധി. ശബരിമല ശ്രീകോവിലിന്റെ മുൻവശത്ത് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾ സ്വർണം പൊതിയൽ നടത്തലിലെ നഷ്ടങ്ങളും ക്രമക്കേടുകളും പുറത്തു വന്നതാണ് വിവാദത്തിന്റെ പശ്ചാത്തലം. സ്വർണം നഷ്ടപ്പെട്ടതും ഇത് മോഷണവും വിശ്വാസവഞ്ചനയും ക്രിമിനൽ ക്രമക്കേടുമാണെന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമല ക്ഷേത്രത്തിലെ വിലപ്പെട്ട വസ്തുക്കളുടെ വിശദമായ പരിശോധനയ്ക്കും കണക്കെടുപ്പിനും ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് ഈ വിഷയം പൊതുശ്രദ്ധയിലേക്ക് വന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ കോടതിയുടെ അനുമതി ഇല്ലാതെയും നിരീക്ഷണ സംവിധാനങ്ങൾ ഇല്ലാതെയും അറ്റകുറ്റപ്പണിക്കായി പുറത്തേക്ക് കൊണ്ടുപോയെന്ന റിപ്പോർട്ടുകളാണ് കോടതിയുടെ ഈ ഇടപെടലിന് കാരണം. ഈ വിഷയത്തിൽ കേരളമൊട്ടാകെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയായിരുന്നു പ്രതിപക്ഷം. നിയമസഭയിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും സഭ തന്നെ സ്തംഭിപ്പിക്കുകയും ചെയ്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ശബരിമലയുടെ പവിത്രത നശിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ എതിരെ KPCC വിശ്വാസ സംഗമം സംഘടിപ്പിച്ചിരുന്നു. വിശ്വാസ സംഗമം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ വിശ്വാസ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെതിരെ സമരം നടത്തുമ്പോഴും വിശ്വാസ സംരക്ഷകരുടെ ഒപ്പം നിൽക്കുമ്പോഴും സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരെ കാണാതെ പോകുന്നു എന്ന പരാമർശമാണ് വിശ്വാസ സംഗമത്തിന് പിന്നാലെ UDF നേരിടേണ്ടി വന്നത്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ സമരം നടത്തി ജയിലിൽ പോയ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ അടക്കമുള്ളവരെ നേതാക്കന്മാരുടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്ന പ്രതിഷേധം ശക്തമാവുകയാണ്. സന്ദീപ് വാര്യർ, നഹാസ് പത്തനംതിട്ട, വിജയ് ഇന്ദുചൂടൻ കൂടാതെ 3 വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ നേതാക്കന്മാർ അവരുടെ പ്രസംഗങ്ങളിൽ ഒരിടത്തും പരാമർശിച്ചിട്ടേയില്ല. ശബരിമലയിലെ സ്വർണ്ണമോഷണ വിഷയത്തിൽ സമരം നടത്തിയ ഇവരെല്ലാം ഇപ്പോഴും കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡിലാണ്. വിശ്വാസ സംഗമത്തിന്റെ അവസാനം രമേശ് ചെന്നിത്തല മാത്രം മൈക്കിനടുത്തേക്ക് ഓടിവന്ന ഒറ്റവരിയിൽ സമരക്കാരെ അഭിവാദ്യം ചെയ്തതൊഴിച്ചാൽ മറ്റൊരു നേതാവും സമരക്കാരെ ഓർമ്മിച്ചതേയില്ല. രമേശ് ചെന്നിത്തല സമരക്കാരെ പറ്റി പരാമർശിക്കുമ്പോൾ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ സദസ്സ് വിട്ടു തുടങ്ങിയിരുന്നു. ചൊവ്വാഴ്ചയാണ് പത്തനംതിട്ടയിലെ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയതും അക്രമാസക്തമായതിനെ തുടർന്ന് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നതും. എന്നാൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ പെരുമാറ്റം UDFൽ തന്നെ അസ്വാരസ്യങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഈ വിഷയത്തെ കത്തിച്ചു നിർത്താൻ പാടുപെടുമ്പോൾ അവർക്ക് വേണ്ടി സമരഭൂമിയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന പ്രവർത്തകരെ നേതാക്കന്മാർ കാണാതെ പോയാൽ പ്രവർത്തകരില്ലാതെ പാർട്ടി ഉണ്ടാകില്ല എന്ന സത്യം ഒരുപക്ഷെ അവർ നിങ്ങളെ ഓർമ്മിപ്പിച്ചെന്ന് വരും. അപ്പോഴും അധികാരത്തിന്റെ കസേരകൾ നേതാക്കന്മാർക്ക് വിദൂരത്താകും.